Have a nice good morning to all of you. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദേശീയ വരുമാനത്തിന്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വ്യത്യസ്ത രീതിയിലുള്ള ദേശീയ വരുമാനം കണക്കാക്കുന്ന വ്യത്യസ്ത രീതികളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പൊ എന്താണ് ദേശീയ വരുമാനം പറഞ്ഞാൽ? ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അന്തിമ പണമൂല്യം കണക്കാക്കിയിട്ടാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ആ ദേശീയ വരുമാനം കണക്കാക്കുന്ന 3 രീതികളുണ്ട്. ഒന്ന് ഉൽപ്പന്ന രീതി അല്ലെങ്കിൽ പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നു. 2 വരുമാന രീതി അല്ലെങ്കിൽ ഇൻകം മെത്തേഡ്. 3 ചെലവ് രീതി അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയാം. ഒന്നാമത്തെ രീതി ഉൽപ്പന്ന രീതി അല്ലെങ്കിൽ പ്രോഡക്റ്റ് മെത്തേഡിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അന്തിമ മൂല്യം കണക്കാക്കിയിട്ടാണ് പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഉൽപ്പന്ന രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സാധനത്തിന്റെ അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധനത്തിന്റെ അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെ അന്തിമ മൂല്യം മാത്രമാണ് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കാൻ പരിഗണിക്കാറ്. അന്തരാള ഉൽപ്പന്നങ്ങളുടെ മൂല്യം അല്ലെങ്കിൽ ഇന്റർമീഡിയറി കൺസംഷൻ, അന്തരാള ഉപഭോഗം നമ്മൾ കണക്കാക്കില്ല. ഉദാഹരണമായിട്ട് ഒരു വീട് കെട്ടുകയാണെങ്കിൽ നമുക്ക് അതിന് സിമെന്റ് വേണം, മണൽ വേണം, അങ്ങനെയുള്ള അന്തരാള ഉൽപ്പന്നങ്ങളുടെ മൂല്യം നമ്മൾ ഒരിക്കലും ദേശീയ വരുമാനത്തിൽ കണക്കാക്കില്ല. ആ വീടിന്റെ മൊത്തം വാല്യൂ, ഇപ്പൊ ഒരു വീട് 10 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ അതിന്റെ ഓരോ കല്ലിന്റെയും സിമെന്റിന്റെയും വാല്യൂ നമ്മൾ എടുക്കില്ല. ആ വീടിന്റെ മൊത്തം വാല്യൂ എടുത്തിട്ടാണ് നമ്മൾ വിൽക്കാനായിട്ട് തയ്യാറെടുക്കുക. അങ്ങനെ അന്തരാള ഉപഭോഗം അല്ലെങ്കിൽ അന്തരാള ഉൽപ്പന്നത്തിന്റെ മൂല്യം മൊത്തം ഉൽപ്പന്നത്തിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഗ്രോസ് വാല്യൂ ആഡഡ് അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത മൂല്യം, അതായത് മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യം കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നെറ്റ് വാല്യൂ ആഡഡ് കാണുകയാണെങ്കിൽ ഗ്രോസ് വാല്യൂ ആഡഡിനോടൊപ്പം മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിനോടൊപ്പം അതിൽ നിന്നും എന്ത് കട്ട് ചെയ്താൽ മതി? ഗ്രോസ് വാല്യൂ ആഡഡിൽ നിന്നും ഡിപ്രീസിയേഷൻ കട്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും ഡിപ്രീസിയേഷൻ കട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ എന്താ പറയാ, NDP നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ ആഭ്യന്തര ഉൽപ്പന്നമാണെങ്കിൽ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്നും ഡിപ്രീസിയേഷൻ കട്ട് ചെയ്താൽ മതി. നെറ്റിൽ എന്തുണ്ടാവില്ല? ഡിപ്രീസിയേഷൻ ഉണ്ടാവില്ല. മൊത്തത്തിൽ എന്തുണ്ടാവും? ഡിപ്രീസിയേഷൻ ഉണ്ടാവും. അതായത് നെറ്റിൽ ഡിപ്രീസിയേഷൻ ഉണ്ടാവില്ല, ഗ്രോസ് ആണെങ്കിൽ ഡിപ്രീസിയേഷൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് വരുമാന രീതിയിലാണെങ്കിൽ വേജസ്, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് അങ്ങനെയുള്ള ഉൽപാദന ഘടകങ്ങൾക്ക് കിട്ടുന്ന എല്ലാ വരുമാനവും കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചെലവ് രീതിയാണെങ്കിൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഉപഭോഗ ചെലവുകള്, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, നിക്ഷേപ ചെലവുകള്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, അതുപോലെ ഗവൺമെന്റ് ചെലവുകള്, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, ഇതെല്ലാം ചേർന്നിട്ടാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതൊക്കെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട ഡിഫറെന്റ് കോൺസെപ്റ്റുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെ കുറിച്ചിട്ടാണ്, ടേംസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് GDP മാർക്കറ്റ് പ്രൈസ്. GDP മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാല് GDP പറഞ്ഞാൽ ആഭ്യന്തര, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം, അത് കമ്പോള വിലയിൽ എങ്ങനെയാണ് കാണുക, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടും? എന്തെല്ലാം എന്ന് വെച്ചാല് GDP എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടും? വേജസ് ഉൾപ്പെടും, റെന്റ് ഉൾപ്പെടും, ഇൻട്രസ്റ്റ് ഉൾപ്പെടും, പ്രോഫിറ്റ് ഉണ്ടാവും, ഡിപ്രീസിയേഷൻ ഉണ്ടാവും. അതായത് വേജസ്, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഡിപ്രീസിയേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊത്തം എന്ന് കേട്ടാൽ എന്തുണ്ടാവും? അതിൽ ഡിപ്രീസിയേഷൻ ഉണ്ടാവും. അറ്റ എന്ന് കേട്ടാൽ എന്തുണ്ടാവില്ല? ഡിപ്രീസിയേഷൻ ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്, ഒരു കമ്പോള വിലയിൽ ഒരു സാധനത്തിന്റെ വാല്യൂ കണക്കാക്കുമ്പോൾ എന്തുണ്ടാവണം? വേജസ് ഉണ്ടാവണം, റെന്റ്, അതായത് ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനു വേണ്ടി ചെലവാക്കുന്നതാണ്. ഉൽപാദന ഘടകങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉൽപാദന ഘടകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ആ ഉൽപാദന ഘടകങ്ങൾക്ക് കൊടുക്കുന്ന ചെലവ് കൂടെ നമ്മൾ ആഡ് ചെയ്യണമല്ലോ. ലാൻഡിന് വേജസ് കൊടുക്കുന്നു, ലാൻഡിന് റെന്റ് കൊടുക്കുന്നു, തൊഴിലാളികൾ ലേബറിന് വേജസ് കൊടുക്കുന്നു, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഓർഗനൈസേഷന് പ്രോഫിറ്റ് കൊടുക്കുന്നു, പ്ലസ് ആ മൂലധന വസ്തുക്കൾക്ക് ഉണ്ടായിട്ടുള്ള തേയ്മാന ചെലവുകളെല്ലാം ഉൾപ്പെടുത്തതാണ് GDP എന്ന് പറയുന്നത്. ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ലാൻഡ് വേണം, ഉൽപാദന ഘടകങ്ങൾക്ക് കൊടുക്കുന്ന ലാൻഡിന് റെന്റ്, അതുപോലെ തന്നെ തൊഴിലാളികൾ ലേബേഴ്സിന് വേജസ്, അതുപോലെ തന്നെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, എന്റർപ്രണർഷിപ്പ് പ്ലസ് ഡിപ്രീസിയേഷൻ എല്ലാം ചെലവാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സാധനം ഉണ്ടാക്കണത് അല്ലേ? അപ്പൊ GDP എന്തൊക്കെ വേണം? വേജസ് വേണം, റെന്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ പ്ലസ് NIT
നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, അറ്റ പരോക്ഷ നികുതികൾ. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, അറ്റ പരോക്ഷ നികുതികൾ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അറ്റ പരോക്ഷ നികുതി എന്ന് അതായത് മൊത്തം ഉൽപ്പന്നവും അറ്റ ഉൽപ്പന്നവും മൊത്തം ആഭ്യന്തര ഉൽപ്പന്നവും അറ്റ ആഭ്യന്തര ഉൽപ്പന്നം നമ്മുടെ ഡിഫറൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? അറ്റ പരോക്ഷ നികുതികൾ എന്ന് പറയാം. ഇപ്പൊ ഉദാഹരണമായിട്ട് ശ്രദ്ധിച്ചോളാം. അതായത് മാർക്കറ്റ് പ്രൈസിലാണ് ഒരു സാധനത്തിന്റെ വാല്യൂ നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ അതിന് ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടി ചെലവാക്കിയ ചെലവുകൾ, അതാണ് വേജസ്, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, പിന്നെ ഡിപ്രീസിയേഷൻ. അതിനോടൊപ്പം മാർക്കറ്റിൽ ആ സാധനം നമ്മൾ ഇറക്കുമ്പോൾ അതിനോടൊപ്പം നമ്മൾ എന്തുകൂടെ ആഡ് ചെയ്യണം? ഒരു പെന്നാണെങ്കിലും പെൻസിലാണെങ്കിലും ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അതിന്റെ പരോക്ഷ നികുതി ഉണ്ട് അല്ലെ, ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അതുകൂടെ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ ആ ഉൽപ്പന്നം ഇറക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു ഉൽപ്പന്നത്തിന്റെ GDP ആയിട്ട് മാർക്കറ്റ് പ്രൈസ്, അതായത് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിന്റെ കമ്പോള വില അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് കണക്കാക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം എടുക്കണം? വേജസ് പ്ലസ് റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അതും കൂടി ആഡ്. ആ സാധനം ഉണ്ടാക്കിയ നമ്മളൊരു ഉൽപ്പന്നം, ഞാനൊരു ബിസിനസ്സുകാരാണെന്ന് വിചാരിക്കുക, ഞാനിപ്പോ ബ്രെഡാണ് സപ്ലൈ ചെയ്യുന്നത്. ആ ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് വേണ്ട ചെലവുകൾ എന്തൊക്കെയാണ്? റെന്റ് കൊടുക്കണം, വേജസ് കൊടുക്കണം, ഉൽപാദന ഘടകങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ബ്രെഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലാൻഡിന് റെന്റ് കൊടുക്കണം, അതേപോലെ തന്നെ തൊഴിലാളികൾക്ക് വേജസ് കൊടുക്കണം, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കണം, കൂട്ടുകച്ചവടത്തിന് പ്രോഫിറ്റ് കൊടുക്കണം, പിന്നെ മൂലധനത്തിന് ഉണ്ടായിട്ടുള്ള തേയ്മാന ചെലവുകൾ, അതെല്ലാം ഫാക്ടർ കോസ്റ്റ് ആണ്. അത് ഉൽപാദന ഘടകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെലവാണ്. അതിനോടൊപ്പം കൂട്ടിയാൽ മാത്രമേ മാർക്കറ്റിൽ ഇറക്കാൻ പറ്റുള്ളൂ? ആ ബ്രെഡ് എന്ന സാധനത്തിൽ ഇട്ടിട്ടുണ്ടാവും പ്രൈസിനോടൊപ്പം ആൾ കോസ്റ്റ് പ്ലസ് ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ്, എല്ലാ നികുതികളും ഉൾപ്പെടുത്തിക്കൊണ്ട്. ആ നികുതി കൂടെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ GDP മാർക്കറ്റ് പ്രൈസ് എന്ന് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായോ? GDP മാർക്കറ്റ് പ്രൈസ് ആല് വേജസ്, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഡിപ്രീസിയേഷൻ പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്, അതായത് അറ്റ പരോക്ഷ നികുതികളും കൂടി നമ്മൾ ആഡ് ചെയ്താൽ മാത്രമാണ് GDP മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഉൽപ്പന്നത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം കമ്പോള വിലയിൽ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുകയാണെങ്കിൽ എന്താണ്? വേതനം, പാട്ടം അല്ലെങ്കിൽ വാടക, പലിശ, ലാഭം, തേയ്മാനം, അറ്റ പരോക്ഷ നികുതികൾ, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് GDP മാർക്കറ്റ് പ്രൈസ്. ഒരു സാധനം മാർക്കറ്റിൽ ഇറങ്ങുകയാണെങ്കിൽ അതിൽ എന്തുകൂടെ ഉൾപ്പെടുത്തേണ്ടി വരും? നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ പരോക്ഷ നികുതികൾ. നമ്മൾ കണ്ടിട്ടുണ്ടാവും, പെൻസിൽ എടുത്താലും ബുക്ക് എടുത്താലും ഫുഡ് പ്രോഡക്ട്സ് എടുത്താലും തന്നെ അതിൽ ഇൻക്ലൂസീവ് ഓൾ ടാക്സസ് ഇട്ടുണ്ടാവും. ഓൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, എല്ലാ ഉൽപാദന ചെലവിനോടൊപ്പം തന്നെ ഒരു ഉൽപാദകൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനം എന്ത് ചെയ്യും? ടാക്സ് കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ആ സാധനം മാർക്കറ്റിൽ ഇറങ്ങുന്നത്. ഇപ്പോൾ ഈ ഉൽപാദന ഘടകം 100 രൂപയാണെന്ന് വിചാരിക്കുക, പ്ലസ് അതിനോടൊപ്പം ടാക്സ് കൂടെ ഒരു 10 രൂപ ചേർത്തിട്ടാണ് 110 രൂപയ്ക്കാണ് ആ സാധനം മാർക്കറ്റിൽ വിൽക്കുക. ഇപ്പൊ നമ്മള് എന്താ പറയാ, ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണത്തിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ അല്ലെ, ആ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളുടെ ചെലവ്, തൊഴിലാളികളുടെ ചെലവ്, അവരുടെ സപ്ലയർ, കുക്ക്, അവരുടെ വേതനം, തൊഴിലാളികളുടെ വേതനം, ആ ഓഫീസിന്റെ റെന്റ്, വാടക, അതുപോലെ തന്നെ അത് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പലിശ, പിന്നെ വന്നിട്ട് ഒരാൾ മാത്രമല്ല കുറെ പേര് കൂട്ടുകച്ചവടമാണെങ്കിൽ ലാഭവിഹിതം, പിന്നെ ആ ഹോട്ടലിന് വേണ്ടിയിട്ടുള്ള കേടുപാടുകളും കാര്യങ്ങളൊക്കെ, തേയ്മാന ചെലവുകള്, ബിൽഡിങ്ങിന്റെ ചെലവ്, അങ്ങനെ പലതരം ഉണ്ടാവുമല്ലോ, അതിന്റെ ഡിപ്രീസിയേഷൻ പ്ലസ് അതിനോടൊപ്പം നമ്മൾ ബില്ല് നോക്കുമ്പോൾ അവസാനം ടാക്സ് കൂടി ഉണ്ടാവും, ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ് അല്ലേ. അതായത് എന്താണ്? GST എന്ന് പറഞ്ഞിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സും കൂടി ചേർത്തിട്ടാണ് ആ ഉൽപ്പന്നത്തിന്റെ മാർക്കറ്റ് വില അല്ലെങ്കിൽ കമ്പോള വിലയിലെ GDP കണക്കാക്കുമ്പോൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് കൂടെ വേണം. അങ്ങനെയാണെങ്കിൽ GDP ഫാക്ടർ കോസ്റ്റ്, ഘടക ചെലവ്, ഘടകങ്ങളുടെ ചെലവിലാണ് GDP കണക്കാക്കുന്നതാണെങ്കിൽ ഈ GDP മാർക്കറ്റ് പ്രൈസിൽ നിന്നും ശ്രദ്ധിച്ചോളാം, GDP മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് കട്ട് ചെയ്യിക്കാൻ മതി? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് നമ്മൾ കട്ട് ചെയ്താൽ മതി.
GDP മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഫാക്ടർ കോസ്റ്റ് പറഞ്ഞാൽ അതായത് ഉൽപാദന ഘടകങ്ങളുടെ ചെലവ് മാത്രം കണക്കാക്കിക്കൊണ്ട് നമ്മൾ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് മാത്രം ആഡ് ചെയ്താൽ മതി? വേജസ്, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഡിപ്രീസിയേഷൻ മാത്രം മതി. എന്ത് വേണ്ട? NIT അല്ലെങ്കിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് വേണ്ട. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് മാർക്കറ്റിൽ ആ സാധനം ഇറങ്ങുന്നത്, കമ്പോളത്തിൽ വിൽക്കാനായിട്ട് ഇറങ്ങുന്നത്. ഫാക്ടർ കോസ്റ്റ് ആണെങ്കിൽ എന്ത് വേണ്ട? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് വേണ്ട. ഇതാണ് മാർക്കറ്റ് കോസ്റ്റും മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. മാർക്കറ്റ് പ്രൈസ് പറഞ്ഞാൽ ടാക്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു സാധനം കമ്പോളത്തിലേക്ക് വിൽക്കാനായിട്ട് ഇറക്കുന്നത്. അതേസമയം ഫാക്ടർ കോസ്റ്റ് അല്ലെങ്കിൽ ഉൽപാദന ഘടകം പറഞ്ഞാൽ എന്ത് വേണ്ട? ടാക്സ് വേണ്ട. അപ്പൊ GDP മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് കട്ട് ചെയ്താൽ മതി? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് നമ്മൾ കട്ട് ചെയ്താൽ മതി. ഇതാണ് GDP മാർക്കറ്റ് പ്രൈസ്, GDP ഫാക്ടർ കോസ്റ്റ്. ഇനി അടുത്തത് GNP, മൊത്തം ദേശീയ ഉൽപ്പന്നം. മൊത്തം ദേശീയ ഉൽപ്പന്നം. മൊത്തം ദേശീയ ഉൽപ്പന്നം പറഞ്ഞാല് ശ്രദ്ധിച്ചോളാം, ഇത് ആഭ്യന്തര ഉൽപ്പന്നം അല്ലെങ്കിൽ ദേശീയ ഉൽപ്പന്നം. ആഭ്യന്തര ഉൽപ്പന്നം പറയുമ്പോൾ രാജ്യത്തിനകത്തുള്ള സാധനങ്ങൾ മാത്രമേ, അതിന്റെ വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ദേശീയ ഉൽപ്പന്നം പറയുമ്പോ അതായത് ഇവിടെ നിന്നുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അവിടെ പോയി ജോലി ഉണ്ടാവും, വിദേശത്തു നിന്നുള്ള വരുമാനം കൂടി നമ്മൾ ആഡ് ചെയ്യണം. ഉൽപാദന ഘടകങ്ങളുടെ വിദേശ വരുമാനം കൂടെ നമ്മൾ ആഡ് ചെയ്താൽ മാത്രമാണ് മൊത്തം ദേശീയ ഉൽപ്പന്നം. അതായത് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിനോടൊപ്പം തന്നെ വിദേശത്തു നിന്നുള്ള വരുമാനം കൂടി നമ്മൾ ഉൾപ്പെടുത്തിയാലാണ് മൊത്തം ദേശീയ ഉൽപ്പന്നം കിട്ടുക. മൊത്തം ദേശീയ ഉൽപ്പന്നത്തിൽ എന്തൊക്കെ കിട്ടും നോക്കിക്കോളൂ. വേജസ് പ്ലസ് റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ പ്ലസ് NIT നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം. വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം, അതായത് വിദേശത്ത് നിന്ന് അറ്റ ഘടക വരുമാനം പറഞ്ഞാൽ എന്താണ്? ആഭ്യന്തര വരുമാനവും വിദേശ വരുമാനവും തമ്മിലുള്ള വ്യത്യാസം. ആഭ്യന്തര ഉൽപ്പന്നത്തിന്റെ വരുമാനവും വിദേശ വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അതായത് എന്താണ്, ഒരു നമ്മളിപ്പോ ഗൾഫിലേക്ക് ജോലി ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, ഗൾഫിൽ എനിക്ക് ജോലി കിട്ടി നമ്മൾ ജോലി ചെയ്യാൻ പോകുമ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മൾ ഇങ്ങോട്ടല്ലേ അയക്കുന്നത്, അല്ലേ? അതേപോലെ തന്നെ ഗൾഫിൽ നിന്ന് ആൾക്കാർ ഇവിടെ ജോലി ചെയ്തിട്ട് ഇവിടെ നിന്നുള്ള പൈസ അങ്ങോട്ട് അയക്കുന്നുണ്ടല്ലോ, അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് അല്ലെങ്കിൽ അറ്റ ഘടക വരുമാനം എന്ന് പറയുന്നത്. വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം അതുകൂടെ ഈ GDP-നോടൊപ്പം കൂടി ചേർത്താല് നമുക്ക് എന്ത് കിട്ടും? GNP കിട്ടും. അങ്ങനെയാണെങ്കിൽ GNP മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ, GNP മാർക്കറ്റ് പ്രൈസ് പറഞ്ഞാൽ എന്താണ്? GNP മാർക്കറ്റ് പ്രൈസ് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി. GDP മാർക്കറ്റ് പ്രൈസ് അല്ലേ? വേജസ്, അതിൽ എന്തൊക്കെയുണ്ട്? റെന്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, ഡിപ്രീസിയേഷൻ, NIT കൂടി ഉണ്ട് ഇല്ലേ? അതിനോടൊപ്പം എന്ത് കൂടെ ചേർത്താൽ മതി? NF. ഇത് വേറെ GDP മാർക്കറ്റ് പ്രൈസ് അല്ലേ? അപ്പൊ GDP മാർക്കറ്റ് പ്രൈസിനോടൊപ്പം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂടെ ചേർത്താല്, അതായത് വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം കൂടി ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? GNP മാർക്കറ്റ് പ്രൈസ് കിട്ടും. അപ്പൊ ഇത് രണ്ടും നമ്മുടെ വ്യത്യാസം ശ്രദ്ധിച്ചോളാം. GDP പറഞ്ഞാല് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നമാണ്. ഒരു രാജ്യത്തിനകത്തുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം വരുമാനമാണ് GDP. GNP എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്തുകൂടെ ആഡ് ചെയ്യണം? വിദേശത്തു നിന്നുള്ള വരുമാനം കൂടെ ആഡ് ചെയ്യണം. അതാണ് GDP-യും GNP-യും തമ്മിലുള്ള വ്യത്യാസം. ഇനി GDP മാർക്കറ്റ് പ്രൈസ് പറഞ്ഞാല്, അതായത് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം കമ്പോള വിലയിലാണ് നമ്മൾ കണക്കാക്കുന്നത് എങ്കിൽ എന്തുകൂടെ ഉൾപ്പെടുത്തണം നമ്മൾ? NIT നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാല് പരോക്ഷ നികുതി കൂടെ നമ്മൾ ഉൾപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ ഫാക്ടർ കോസ്റ്റിൽ എന്ത് വേണ്ട? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് വേണ്ട. ഫാക്ടർ കോസ്റ്റ് പറഞ്ഞാല് ഉൽപാദന ഘടകങ്ങളുടെ ചെലവ് മാത്രമേ നമ്മൾ കണക്കാക്കുന്നുള്ളൂ, ടാക്സ് ഉൾപ്പെടുത്തുന്നില്ല. അപ്പൊ GDP മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് കട്ട് ചെയ്താൽ മതി? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ അറ്റ പരോക്ഷ നികുതി കട്ട് ചെയ്താല് നമുക്ക് എന്ത് കിട്ടും? GDP ഫാക്ടർ കോസ്റ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ GNP എങ്ങനെ കാണാം? GNP എന്ന് പറഞ്ഞാല് ഈ GDP-യോടൊപ്പം കൂടെ എന്തുകൂടെ ചേർത്താൽ മതി? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം കൂടെ ചേർത്താൽ മതി. ഈ വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം പറഞ്ഞാൽ എന്താണ്?
ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആഭ്യന്തര പ്രദേശത്ത് ജോലി ചെയ്യുന്നതും വിദേശത്ത് ജോലി ചെയ്യുന്നതും തമ്മിൽ ആ വരുമാനം തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്, വിദേശത്തു നിന്നുള്ള അറ്റഘടക വരുമാനം എന്ന് പറയുന്നത്. അത് വിദേശത്തു നിന്നുള്ള വരുമാനം കൂടെ നമ്മൾ GDP-യോടൊപ്പം ആഡ് ചെയ്താലാണ് GNP നമുക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ GNP മാർക്കറ്റ് പ്രൈസ് പറഞ്ഞാൽ എന്താണ്? GDP മാർക്കറ്റ് പ്രൈസ്. ഇതിൽ എന്തൊക്കെയുണ്ട്? വേജസ്, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഡിപ്രീസിയേഷൻ, NAT, ഇതൊക്കെ GDP മാർക്കറ്റ് പ്രൈസ് അല്ലേ? അതിനോടൊപ്പം കൂടെ എന്ത് ചേർത്താൽ മതി? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, അല്ലെങ്കിൽ എന്താണ്, വിദേശത്തു നിന്നുള്ള അറ്റഘടക വരുമാനം കൂടെ ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? GNP മാർക്കറ്റ് പ്രൈസ് കിട്ടും. അങ്ങനെയാണെങ്കിലോ GNP ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? GNP ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? GNP മാർക്കറ്റ് പ്രൈസിൽ നിന്നും എന്ത് കട്ട് ചെയ്താൽ മതി? GNP മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഒന്നുകിൽ GNP മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കട്ട് ചെയ്താൽ മതി. അല്ലെങ്കിലോ GDP ഫാക്ടർ കോസ്റ്റിനോടൊപ്പം എന്ത് കൂട്ടിച്ചേർത്താൽ മതി? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം, വിദേശത്തു നിന്നുള്ള അറ്റഘടക വരുമാനം കൂടെ നമ്മൾ കൂട്ടിച്ചേർത്താൽ മതി. ശ്രദ്ധിച്ചോളാം, GNP ഫാക്ടർ കോസ്റ്റ് പറഞ്ഞാൽ GNP അതിൽ ഫാക്ടർ കോസ്റ്റിൽ എന്തുണ്ടാവില്ല? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ അറ്റ പരോക്ഷ നികുതി ഉണ്ടാവുന്നതല്ല. MP മാർക്കറ്റ് പ്രൈസിലാണ് എന്തുണ്ടാവുക? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ GNP ഫാക്ടർ കോസ്റ്റ് പറയുമ്പോൾ GNP മാർക്കറ്റ് പ്രൈസിൽ നിന്നും NAT കട്ട് ചെയ്താൽ മതി. അല്ലെങ്കിലോ GDP ഫാക്ടർ കോസ്റ്റ് ഇല്ലേ, GDP ഫാക്ടർ കോസ്റ്റിൽ എന്തുണ്ടാവില്ല? NAT ഉണ്ടാവില്ലല്ലോ. അതിനോടൊപ്പം എന്തുകൂടെ ആഡ് ചെയ്താൽ മതി? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്താൽ മതി. നെറ്റ് ഫാക്ടർ ഘടക വരുമാനം കൂടെ ആഡ് ചെയ്താൽ മതി. വിദേശത്തു നിന്നുള്ള ഘടക വരുമാനം കൂടെ ആഡ് ചെയ്താൽ മതി. GNP ഫാക്ടർ കോസ്റ്റ് നമുക്ക് കിട്ടും. ശ്രദ്ധിച്ചോളാം ഒന്നുകൂടിയും. GDP മാർക്കറ്റ് പ്രൈസ് നമ്മൾ കണക്കാക്കുന്നത് കമ്പോള വിലയിലാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ കമ്പോള വിലയിൽ കണക്കാക്കുമ്പോൾ വേജസ് ഉണ്ടാവും. അത് ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചെലവുകൾ, ആ ചെലവുകളെയാണ് ഫാക്ടർ കോസ്റ്റ് അല്ലെങ്കിൽ ഉൽപാദന ചെലവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉൽപാദന ചെലവുകൾ എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടി ചെലവാക്കിയ ചെലവുകളാണ് ഉൽപാദന ചെലവുകൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ലാൻഡ്, ലേബർ, പിന്നെ എന്താണ്, ക്യാപിറ്റല്, എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ സംഘാടനം, ഭൂമി, അധ്വാനം, തൊഴിലാളികൾ, അധ്വാനം, പിന്നെ മൂലധനം, പിന്നെ എന്താണ്, കൂട്ടുകച്ചവടം. ലാൻഡിന് എന്ത് കൊടുക്കും? റെന്റ് കൊടുക്കും. വേജസ് ആർക്കാ കൊടുക്കുക? തൊഴിലാളികൾക്ക് കൊടുക്കും. ഇൻട്രസ്റ്റ് ക്യാപിറ്റലിന് കൊടുക്കും. എന്റർപ്രണർഷിപ്പ് പ്രോഫിറ്റ് കൊടുക്കും. കൂട്ടുകച്ചവടത്തിന് ലാഭം കിട്ടും. അതിനോടൊപ്പം എന്തുകൂടെ ആഡ് ചെയ്യണം? ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ തേയ്മാനം ആഡ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്, അറ്റ പരോക്ഷ നികുതികളും ആഡ് ചെയ്താൽ മാത്രമാണ് GDP മാർക്കറ്റ് പ്രൈസ് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റത്തുള്ളൂ. GDP മാർക്കറ്റ് പ്രൈസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ അറ്റ പരോക്ഷ നികുതി ഉണ്ടാവും. ഫാക്ടർ കോസ്റ്റിൽ എന്തുണ്ടാവില്ല? അറ്റ പരോക്ഷ നികുതി ഉണ്ടാവില്ല. ഫാക്ടർ കോസ്റ്റ് പറഞ്ഞാൽ GDP ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഘടക ചെലവ്, അതായത് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം ഘടക ചെലവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെ കണക്കാക്കാന്ന് വെച്ചാൽ GDP മാർക്കറ്റ് പ്രൈസിൽ നിന്നും പരോക്ഷ നികുതി ഒഴിവാക്കി ബാക്കിയുള്ളത്, അതായത് വേജസ്, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഡിപ്രീസിയേഷൻ വരെയുള്ളതാണ് GDP ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ GNP എന്ന് പറഞ്ഞാൽ GDP പറഞ്ഞാൽ ആഭ്യന്തര പ്രദേശത്തിനുള്ളിലാണെങ്കിൽ GNP എന്ന് പറഞ്ഞാൽ GDP-യോടൊപ്പം വിദേശത്തു നിന്നുള്ള ഘടക വരുമാനം കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വേജസ്, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഡിപ്രീസിയേഷൻ പ്ലസ് NAT പ്ലസ് NFA ആണ്. GNP മാർക്കറ്റ് പ്രൈസ് പറഞ്ഞാൽ ഈ GDP മാർക്കറ്റ് പ്രൈസിനോടൊപ്പം എന്തുകൂടെ ആഡ് ചെയ്താൽ മതി? അതായത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം ആഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ GNP ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? GNP ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ GNP മാർക്കറ്റ് പ്രൈസിൽ നിന്നും NAT ആഡ്, ഒന്നുകിൽ അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ GDP ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, അതായത് വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം കൂടെ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് GNP ഫാക്ടർ കോസ്റ്റ് കിട്ടും. GDP ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? GNP ഫാക്ടർ കോസ്റ്റ് കിട്ടും.
അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോണത് GDP യും GNP നമ്മുടെ വ്യത്യാസം മനസ്സിലായോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് NNP ആണ്. ഇനി NNP മൊത്തത്തിൽ എന്തുണ്ടാവും? ഡിപ്രീസിയേഷൻ ഉണ്ടാവുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ അറ്റ എന്ന് പറയുന്നത് എന്ത് അറ്റിട്ടുണ്ടാവും? ഇത് NNP ആണല്ലേ? അപ്പൊ GNP യിൽ നിന്ന് എന്ത് കട്ട് ചെയ്താൽ മതി? ഡിപ്രീസിയേഷൻ കട്ട് ചെയ്താൽ മതി. എന്താണ്? GNP യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടാം? അറ്റ, അതായത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അറ്റ ദേശീയ ഉൽപ്പന്നം കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും ഇവിടെ? വേജസ് ഉണ്ടാവും, റെന്റ് ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഉണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും, നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ് ഉണ്ടാവും. എന്തുണ്ടാവില്ല? ഡിപ്രീസിയേഷൻ ഉണ്ടാവില്ല. അപ്പൊ NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് പറഞ്ഞാൽ എന്താണ്? GNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നമ്മൾ എന്ത് കട്ട് ചെയ്താൽ മതി? അതായത് നെറ്റിൽ എന്തുണ്ടാവും? നെറ്റിൽ എന്ന് പറഞ്ഞാല് നെറ്റില് എന്തുണ്ടാവില്ല? ഡിപ്രീസിയേഷൻ ഉണ്ടാവില്ല. അറ്റ അല്ലെ മൊത്തത്തിൽ എന്തുണ്ടാവും? ഡിപ്രീസിയേഷൻ. ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ? ആദ്യം എന്താണ്? അറ്റ നിക്ഷേപമാകുമ്പോൾ ഡിപ്രീസിയേഷൻ ഉണ്ടാവും. സോറി, അറ്റ നിക്ഷേപമാണെങ്കിൽ ഡിപ്രീസിയേഷൻ ഉണ്ടാവില്ല. മൊത്തം നിക്ഷേപമാണെങ്കിൽ ഡിപ്രീസിയേഷൻ ഉണ്ടാവും. മൊത്തം GDP അല്ലെങ്കിൽ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നമാണെങ്കിൽ ഡിപ്രീസിയേഷൻ ഉണ്ടാവും. അറ്റയാണെങ്കിൽ ഡിപ്രീസിയേഷൻ ഉണ്ടാവില്ല. ഇവിടെ എന്താണ്? മൊത്തം ദേശീയ ഉൽപ്പന്നത്തിൽ എന്തുണ്ട്? ഡിപ്രീസിയേഷൻ ഉണ്ട്. അറ്റയിൽ എന്തുണ്ടാവില്ല? ഡിപ്രീസിയേഷൻ ഉണ്ടാവില്ല. അപ്പൊ അറ്റ കാണുമ്പോൾ എന്ത് ചെയ്താൽ മതി? NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് കാണുമ്പോൾ ഏതാ എടുക്കേണ്ടത്? GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിപ്രീസിയേഷൻ ആണ്. NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് പറയുമ്പോൾ GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിപ്രീസിയേഷൻ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് പറഞ്ഞാൽ എന്താണ്? ഫാക്ടർ കോസ്റ്റിൽ എന്തുണ്ടാവില്ല? ഫാക്ടർ കോസ്റ്റിൽ NIT ഉണ്ടാവില്ല. അത് ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടാവില്ല. ഫാക്ടർ കോസ്റ്റിൽ ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ NNP ഫാക്ടർ കോസ്റ്റിൽ അപ്പൊ NNP മാർക്കറ്റ് പ്രൈസിൽ നിന്നും എന്ത് കട്ട് ചെയ്താൽ മതി? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കട്ട് ചെയ്താൽ മതി. ഇതാണ് NNP മാർക്കറ്റ് പ്രൈസും NNP ഫാക്ടർ കോസ്റ്റും. ഇനി NDP മാർക്കറ്റ് പ്രൈസ്. NDP മാർക്കറ്റ് പ്രൈസ് ആണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അറ്റ എന്ന് കേട്ടാൽ മൊത്തത്തിൽ നിന്ന് എന്ത് കട്ട് ചെയ്താൽ മതി? ഡിപ്രീസിയേഷൻ കട്ട് ചെയ്താൽ മതി അല്ലേ? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? NDP മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ GDP മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് കട്ട് ചെയ്താൽ മതി? GDP മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് കിട്ടാൻ മതി? ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ തേയ്മാനം കട്ട് ചെയ്താൽ മതി. ഇനി അടുത്തത് NDP ഫാക്ടർ കോസ്റ്റ് ആണെങ്കിലോ? NDP ഫാക്ടർ കോസ്റ്റ് ആണെങ്കിൽ NDP മാർക്കറ്റ് പ്രൈസിൽ നിന്നും എന്ത് കട്ട് ചെയ്താൽ മതി? NIT കട്ട് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടി ഞാനത് കൺക്ലൂഡ് ചെയ്ത് തരാം. GDP മാർക്കറ്റ് പ്രൈസ്. എന്താണ് GDP മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ? GDP പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അന്തിമ മൂല്യമാണ്. ഈ അന്തിമ മൂല്യം എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്? ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ചെലവുകൾ. ആ ചെലവുകൾ എന്ത് ചെലവുകളാണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പറഞ്ഞാൽ എന്താണ്? ഉൽപാദന ഘടകങ്ങൾ. ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപാദന ഘടകങ്ങൾ. അവർ വെറുതെ ജോലി ചെയ്യോ? ഇല്ല. അവർക്ക് കൊടുക്കുന്ന വേതനം കണക്കാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ബേസിൽ അവർക്ക് കൊടുക്കുന്ന വേതനം, വേജസ്, റെന്റ്, വരുമാന രീതിയിലാണെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കുന്ന വേതനം, വേജസ്, പിന്നെ ലാൻഡിന് കൊടുക്കുന്ന റെന്റ്, അതുപോലെ തന്നെ ക്യാപിറ്റലിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, എന്റർപ്രണർഷിപ്പിന് കൊടുക്കുന്ന പ്രോഫിറ്റ് എന്നെല്ലാം കൂട്ടിയിട്ട് നമുക്ക് അതിന്റെ രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കാം. അതിനോടൊപ്പം എന്തുകൂടി GDP എന്തുണ്ടാവും? ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ തേയ്മാനം. റിപ്പയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിന് എന്റെ മൂലധന വസ്തുക്കൾ റിപ്പയർ ചെയ്യാനുള്ള ചെലവുകൾ, ആ ഡിപ്രീസിയേഷൻ ഉണ്ടാവും. അതിനോടൊപ്പം മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? NIT നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടാവും. ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടാകുന്നതല്ല. ഇത് തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചോളാം. GDP മാർക്കറ്റ് പ്രൈസിൽ GDP ഡിപ്രീസിയേഷൻ ഉണ്ടാവും. അതേപോലെ മൊത്തം കേട്ട ഡിപ്രീസിയേഷൻ ഉണ്ടാവും. അറ്റയിൽ എന്തുണ്ടാവില്ല? ഡിപ്രീസിയേഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് എന്ന് കേട്ടാൽ
എന്തുണ്ടാവും? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ആ സാധനത്തിന്റെ കൂടെ നമ്മൾ പരോക്ഷ നികുതിയും കൂടെ കൂട്ടണം. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അറ്റ പരോക്ഷ നികുതി ഉണ്ടാവും. ഫാക്ടർ കോസ്റ്റ് അല്ലെങ്കിൽ ഉൽപാദന ഘടകങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ചെലവില് എന്തുണ്ടാവില്ല? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടാവുന്നതല്ല. അങ്ങനെയാണെങ്കിൽ GDP മാർക്കറ്റ് പ്രൈസ് പറഞ്ഞാൽ എന്തെല്ലാം ഉണ്ടാവും? വേജസ് ഉണ്ടാവും, റെന്റ് ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഉണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും, പ്ലസ് ഡിപ്രീസിയേഷൻ പ്ലസ് NIT. എന്തൊക്കെയാണ്? വേജസ് പ്ലസ് റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, അതായത് അറ്റ പരോക്ഷ നികുതികൾ. ഇതാണ് GDP മാർക്കറ്റ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ GDP ഫാക്ടർ കോസ്റ്റ്, ഉൽപാദന ചെലവ്, അതായത് ഉൽപാദന ഘടകങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവ് GDP ഫാക്ടർ കോസ്റ്റിൽ നമ്മൾ കണക്കാക്കുമ്പോൾ എന്തുണ്ടാവാൻ പാടില്ല? ഫാക്ടർ കോസ്റ്റിൽ എന്തുണ്ടാവാൻ പാടില്ല? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ GDP മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. GDP മാർക്കറ്റ് പ്രൈസ് എന്ത് കട്ട് ചെയ്താൽ മതി? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, അറ്റ പരോക്ഷ നികുതികൾ കട്ട് ചെയ്താൽ മതി. അതാണ് GDP ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോളാം, GDP മാർക്കറ്റ് പ്രൈസിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടാവും. അതേപോലെ ഫാക്ടർ കോസ്റ്റിൽ എന്തുണ്ടാവില്ല? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടാവില്ല. അപ്പൊ അതെങ്ങനെ കണക്കാക്കാം? GDP മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് കട്ട് ചെയ്താൽ മതി? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കട്ട് ചെയ്താൽ മതി. GDP മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കട്ട് ചെയ്താൽ GDP ഫാക്ടർ കോസ്റ്റ് കിട്ടും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ GDP മാർക്കറ്റ് പ്രൈസ് തിരിച്ചു കിട്ടുമല്ലോ. അതായത് GDP ഫാക്ടർ കോസ്റ്റിനോടൊപ്പം എന്ത് കൂട്ടിയാൽ മതി? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടിയാൽ മതി. GDP ഫാക്ടർ കോസ്റ്റിനോടൊപ്പം തിരിച്ച് ചെയ്താൽ മതി. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് തിരിച്ച് GDP മാർക്കറ്റ് പ്രൈസ് കാണാനായിട്ട് പറ്റും. അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തത് GDP പറഞ്ഞ ഒരു രാജ്യത്തിനകത്തുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യമാണെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, മൊത്തം ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ വിദേശത്ത് നിന്നുള്ള വരുമാനം കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് പറഞ്ഞാൽ എന്തൊക്കെ ചേർന്നാണ്? വേജസ് പ്ലസ് റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് NFA, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം. വിദേശത്തുള്ള അറ്റ ഘടക വരുമാനം പറഞ്ഞാൽ നമ്മൾ വിദേശത്ത് പോയി ജോലി ചെയ്യുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വരുമാനവും അവർ ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന വരുമാനം തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അപ്പൊ GNP മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ GDP മാർക്കറ്റ് പ്രൈസിനോടൊപ്പം എന്തുകൂടെ ആഡ് ചെയ്താൽ മതി? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഇത് നോക്കൂ, വേജസ് പ്ലസ് റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ പ്ലസ് NIT പറഞ്ഞ എന്താണ്? GDP മാർക്കറ്റ് പ്രൈസ് അല്ലേ? അതിനോടൊപ്പം എന്തുകൂടെ ആഡ് ചെയ്താൽ മതി? നെറ്റ് ഫാക്ടർ NFA കൂടെ ആഡ് ചെയ്താൽ GNP മാർക്കറ്റ് പ്രൈസ് നമുക്ക് കിട്ടും. GDP മാർക്കറ്റ് പ്രൈസ് പ്ലസ് NFA ആഡ് ചെയ്താൽ GNP മാർക്കറ്റ് പ്രൈസ് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ GNP ഫാക്ടർ കോസ്റ്റ് എങ്ങനെ കണ്ടാൽ മതി? GNP മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് കട്ട് ചെയ്താൽ മതി? NIT, നെറ്റ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. അല്ലെങ്കിലോ GDP ഫാക്ടർ കോസ്റ്റിനോടൊപ്പം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്താൽ മതി. GNP ഫാക്ടർ കോസ്റ്റ് പറഞ്ഞാൽ GNP മാർക്കറ്റ് പ്രൈസിൽ നിന്നും അറ്റ പരോക്ഷ നികുതി, അതായത് ഒന്നുകിൽ അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ GDP ഫാക്ടർ കോസ്റ്റിനോടൊപ്പം ഇതിനോടൊപ്പം ഇതിൽ ഓൾറെഡി GDP മൈനസ് NIT കട്ട് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? ഫാക്ടർ കോസ്റ്റിൽ NIT ഇല്ല. അപ്പൊ GDP ഫാക്ടർ കോസ്റ്റിനോടൊപ്പം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം നമ്മൾ ആഡ് ചെയ്താൽ GNP ഫാക്ടർ പ്രൈസ് കിട്ടും. ഇനി അങ്ങനെയാണെങ്കിൽ NNP നെറ്റിൽ എന്തുണ്ടാവില്ല? ഡിപ്രീസിയേഷൻ ഉണ്ടാവില്ല. മൊത്തത്തിൽ അതായത് അറ്റയില് ഡിപ്രീസിയേഷൻ കട്ടാവും, അറ്റുപോകും, ഡിപ്രീസിയേഷൻ അറ്റുപോകും. മൊത്തത്തിൽ എന്തുണ്ടാവും? ഡിപ്രീസിയേഷൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ NNP മാർക്കറ്റ് പ്രൈസ് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? GNP മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് കട്ട് ചെയ്താൽ മതി? ഡിപ്രീസിയേഷൻ കട്ട് ചെയ്താൽ മതി. NNP ഫാക്ടർ കോസ്റ്റ് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആ NNP മാർക്കറ്റ് പ്രൈസിൽ നിന്നും നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കട്ട് ചെയ്താൽ മതി. ഫാക്ടർ കോസ്റ്റ് പറയുമ്പോൾ മാർക്കറ്റ് പ്രൈസിൽ നിന്നും നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കട്ട് ചെയ്താൽ മതി. ഇനി NDP പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അറ്റുപോയത് എന്താണ്? ഡിപ്രീസിയേഷൻ അറ്റുപോയി. എന്തിൽ നിന്നും അറ്റുപോയി? GDP മൊത്തത്തിൽ നിന്നും ഡിപ്രീസിയേഷൻ അറ്റുപോയി. അപ്പൊ NDP മാർക്കറ്റ് പ്രൈസ് പറഞ്ഞാല് GDP മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നമ്മൾ എന്ത് കട്ട് ചെയ്തു? ഡിപ്രീസിയേഷൻ കട്ട് ചെയ്തു.
അങ്ങനെയാണെങ്കിൽ NDP ഫാക്ടർ കോസ്റ്റ് പറഞ്ഞാൽ എന്താണ്? NDP മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നമ്മൾ എന്ത് കട്ട് ചെയ്യണം? മാർക്കറ്റ് പ്രൈസിൽ നിന്നും നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് നമ്മൾ കട്ട് ചെയ്യണം. ഇതാണ് ഡിഫറെന്റ് കോൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്.